അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനിതാ രാവിലെ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ കാലത്ത് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. മോന് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവന് ചായ കുടിക്കാറില്ല. പിന്നെ ഞാൻ ചായ വെക്കാൻ ഇറങ്ങി. അവന് ഓരോ ദിവസം ചായ കുടിക്കും, ഓരോ ദിവസം ചായ കുടിക്കില്ല, അങ്ങനെയാണ്. അങ്ങനെ ഞാനിപ്പോൾ ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ കൂട്ടുമ്മ എന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ വന്നതാണ്. പകുതി താഴെ പകുതി പാത്രത്തിലേക്ക് അങ്ങനെ ആക്കി. അങ്ങനെ ഇതാ ഞാൻ ചായ വെച്ചിട്ടായിട്ട് ആ മോന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മദ്രസയിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഒരു തൊട്ടിൽ കെട്ടലുണ്ട്. അത് പിന്നെ തങ്ങളുടെ വീട്ടിലേക്കാണ് പോകാനുള്ളത്. അത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് നിന്ന് പിന്നെയും 23 കിലോമീറ്റർ പോകാനുണ്ട്. അവിടേക്ക് പോകുന്ന വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ രാവിലത്തെ വെറും ചായയും കുടിച്ച് മോന് മദ്രസയിലും പോയി. മദ്രസ വിട്ട് വന്നിട്ട് ചായയും കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചായക്ക് ഇന്ന് ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. മോനിത മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാ മോന് പോകുന്നുണ്ട്. അത് നായി സിറ്റ് ഔട്ടിൽ കയറി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് കസാല അവിടെ വെക്കുന്നത്. ആ കസാല വെച്ചില്ലെങ്കിൽ നായ വന്നിട്ട് കയറും. നായ വന്നിട്ട് കയറിയാൽ നമുക്ക് ഡബിളിൻ്റെ പണിയാവും. അപ്പോൾ അതിനുകൊണ്ട് എപ്പോഴും ആ കസാല അവിടെ വെക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ദോശ ചുട്ട് ചായയെല്ലാം കുടിച്ച് മോന് മദ്രസയിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ മംഗലത്തിന് തൊട്ടിലെട്ടലിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടതാണ്. ഞങ്ങൾ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 3 ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ 2 ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും മക്കളും മരുമക്കളും പിന്നെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എല്ലാം ഒന്നിച്ചിട്ട് ഇതാ വലിയ വണ്ടിയിലാണ് പോകുന്നത്. ദൂരമല്ലേ. അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ തന്നെ യാത്രയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പരസ്യവും സ്കിപ്പ് ചെയ്യാതെ കാണണം, വീഡിയോവും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പരസ്യവും വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിലോട്ട് ഇനി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടു നോക്കി. പിന്നെ തങ്ങളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റൂല. അധികം ആൾക്കാരെ ഉൾപ്പെടുത്താതെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കണ്ടു നോക്കി. നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് തൊട്ടിൽ കെട്ടൽ. തങ്ങളുടെ കുടുംബത്തിലേക്കാണ് നമ്മുടെ ഫാമിലിയിലൊരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫാമിലിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.
അപ്പോൾ ഞങ്ങളിതാ തങ്ങളവിടെ അവിടെ പുരൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് കീഞ്ഞിട്ട് കുറച്ചൊരു 10 ചവിട്ട് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ എടുത്ത വീഡിയോസാണിതൊക്കെ. അപ്പോൾ തങ്ങളുടെ പുരക്കെത്തിയിട്ടുണ്ട്. അവിടെ പോയപ്പാടന്നെ പോകുന്ന അടുത്ത് തന്നെ നമുക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളടുത്ത് തന്നവർ കുടിച്ചു. ഞങ്ങൾ എന്നിട്ട് അകത്ത് പോയി. പിന്നെ ആരുടെയും അപ്പം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തില്ല. തങ്ങളുടെ പുരയല്ലേ, അപ്പോൾ നമുക്കതൊരു അവരോടുള്ളൊരു ബഹുമാനവും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ആരെയും ഉൾപ്പെടുത്തിയില്ല. പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് അവർ പറഞ്ഞു. നല്ല ബീഫ് ബിരിയാണി ഉണ്ടായി, പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. അതെല്ലാം കൂട്ടി ഞങ്ങൾ ചോറൊക്കെ വെച്ച് പിന്നെ കുറച്ച് സമയം അവിടെ പാട്ടും എല്ലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ നോക്കി നിന്ന് പിന്നെ അങ്ങ് മടങ്ങുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവരും ആഡ്സും വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും.